Hey guys, welcome back to my channel. So, നമ്മളൊരു അടിപൊളി വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ വ്ളോഗാണ്. എൻ്റെ ബ്രദർ ഇൻ ലോൻ്റെ ബർത്ത്ഡേ ആണിത്. സോ നമ്മളുടെ ആ ഒരു സെലിബ്രേഷനും ആ ഒരു ചെറിയൊരു സംഭവം, ഭയങ്കര സംഭവമായിട്ടൊന്നുമല്ല, ചെറിയൊരു സെറ്റപ്പിൽ നമ്മളെ ഫാമിലി എങ്ങനെയാണോ സെലിബ്രേറ്റ് ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. സോ ഞാനിപ്പോൾ അവരുടെ വീട്ടിലാണ് നിൽക്കുന്നത്. ആൻഡ് ഇതിപ്പം രാത്രി ആയിട്ടാണ്, അതുകൊണ്ട് എനിക്ക് അവരുടെ വിഷ്വൽസ് ഒന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇൻട്രോ ഒക്കെ ഫസ്റ്റിൽ നമ്മൾ അവിടെ എത്തിയതിന് ശേഷമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ അതിപ്പോൾ ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് ആഡ് ചെയ്തേ ഉള്ളൂ. അപ്പം നമ്മളിപ്പം ക്ലിനിക്കിൽ നിന്ന് എത്തി ഫ്രഷായി ഇപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഏകദേശം ഒരു 6:30 അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് ചെറിയ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് നേരെ ബർത്ത്ഡേ ഉള്ള സ്ഥലത്തേക്ക് പോകാം. നമ്മൾ നേരെ പോയത് ഹാർബർ സിറ്റിയാണ്, തലശ്ശേരി ടൗണിൽ തന്നെ. പക്ഷെ അവിടെ എത്തുമ്പോഴത്തേക്കും എന്തോ കാരണത്താൽ അവർ പറഞ്ഞു അവരുടെ ടൈമൊക്കെ കഴിഞ്ഞു, ലൈറ്റ്സ് ഒക്കെ ഓണാണ്, പക്ഷെ അവർക്ക് ഒന്നും ഷോപ്പ് ചെയ്യാനൊന്നും പറ്റില്ല, അവരുടെ എന്തൊക്കെയോ എൻട്രി ഒക്കെ ടൈമാണെന്ന് പറഞ്ഞു റിലയൻസിൽ. അപ്പോൾ വേറെ എവിടെയും ഒരു സ്ഥലത്തും ഷോപ്സ് ഓപ്പൺ ആയിരുന്നില്ല. അപ്പം വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അപ്പം ഇതേപോലത്തെ ഗ്രോസറി സംഭവങ്ങളൊക്കെ ഓപ്പൺ ആയിരുന്നു. അപ്പോൾ നമ്മൾ വെച്ച് കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിയിട്ട് പോകാം. എന്തായാലും ബർത്ത്ഡേ അല്ലേ, ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ ആർക്കാണെങ്കിലും ഒരു സന്തോഷം ഉണ്ടാവും അല്ലേ. അത് നമുക്ക് പ്രായങ്ങളോ പരിധികളോ ഒന്നുമില്ല. ഗിഫ്റ്റ് കൊടുക്കാനും അതേപോലെ തന്നെ നമുക്ക് മനസ്സുണ്ടാവണം. എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുക, ഗിഫ്റ്റ് തിരിച്ചും കിട്ടും. കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതേപോലെ അപ്പം നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ മിക്സ് ചെയ്ത് വാങ്ങിച്ച് കുറച്ച് മൊമെൻറ്റ്സ് ഇതേപോലത്തെ ഫെറോ ഉണ്ട്. എനിക്ക് മറ്റേ ഫെറോ എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല. എനിക്ക് ഈ മൊമെൻറ്റ്സിലുള്ള ഫെറോ മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. പിന്നെ കുറച്ച് ഇതേപോലെ 5 സ്റ്റാറിൻ്റെ ഓറിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ഫ്ലേവർ വന്നിട്ടുണ്ട്, കിഡിലാണ് കേട്ടോ. അപ്പോൾ അതാരെയും കഴിക്കാത്തവരുണ്ട്, ഒന്ന് പോയി കഴിച്ചു നോക്കണം. അപ്പം പിന്നെ കുറച്ച് സിൽക്ക് അങ്ങനെ എന്തൊക്കെയോ ചോക്ലേറ്റ്സുകൾ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു ബോക്സിൽ കണക്കായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു ഗിഫ്റ്റ് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് എന്തായാലും ഒരു ഹാപ്പിനെസ് തന്നെയാണ് അല്ലേ. അത് നമുക്ക് ഏതൊരു പ്രായക്കാർക്ക് എപ്പോൾ കൊടുത്തു കഴിഞ്ഞാലും എന്താണെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ അതിലുണ്ടാവുമല്ലോ. പക്ഷെ ഒന്നും ഇല്ല അതിൽ, എന്നാലും അവർ കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഗിഫ്റ്റിനെ ഒരിക്കലും നമ്മൾ പൈസ കൊണ്ട് മെഷർ ചെയ്യാൻ പാടില്ല. നമ്മൾ ആ തരുന്നൊരു പെർട്ടിക്കുലർ പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു ഐറ്റത്തെ അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റിനെയാണ് നമ്മൾ ശരിക്കും വാല്യൂ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് വെച്ച് പിടിച്ചു. വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ വീട്ടിലെ ഗുണ്ട ഗ്യാങ്. ചെറുത് 3 ആൾക്കാർ, എൻ്റെ സിസ്റ്ററിന്റെ രണ്ടാമത്തെ ട്രിപ്ലറ്റ്സ് ആണ്. സൈസിൽ ഇച്ചിരി വ്യത്യാസമുണ്ട്, പക്ഷേ സ്വഭാവത്തിൽ ഒരേ സ്വഭാവമാണ്. പിന്നെ മറ്റേത് വന്നിട്ട് എൻ്റെ മൂത്ത സിസ്റ്ററിന്റെ ഒരേ ഒരു മോനേ ഉള്ളൂ. അതാണ് ഈ കിടക്കുന്നത് ഏകലഭ്യൻ. പിന്നെ ഈ ആപ്പുമായിട്ടുള്ള കുറേ ദിവസം കൂടിയിട്ട് കണ്ടതിൻ്റെ ഒരു സ്നേഹപ്രകടനങ്ങളും ആയിരുന്നു. പിന്നെ അവൾ കുറച്ച് സമയം മാത്രമേ മൈൻഡ് ചെയ്തുള്ളൂ. പിന്നെ അവളങ്ങോട്ട് പോയി അവളെ കളിക്കാനൊക്കെ പോയിട്ടോ. ഇതാണ് ബിഗ് ബി, മൂത്ത ഏട്ടൻ. ഫോണിലാണ് തോന്നുന്നു. അല്ല വേണ്ട. എന്താണ് വിശേഷം? ആണോ? ഇപ്പൊ പെയ്യും. ഇന്നെന്താ പരിപാടി? ഇതൊക്കെയുള്ള പരിപാടി. ഇടക്ക് പരിപാടി ഒന്നുമില്ല, കലാപരിപാടികളൊന്നുമില്ല. സമയമില്ല അല്ലേ? എന്താ ചെയ്യ, പ്രായമായിപ്പോയി. പിന്നെ എപ്പാ ജോയിൻ ചെയ്യണ്ടത്? അങ്ങനെ ഏട്ടന് ബാംഗ്ലൂരിലേക്ക് ജോയിൻ ചെയ്യേണ്ട ടൈമാണ് ഈ പറഞ്ഞത്. അപ്പം ഹെഡായിട്ടാണ് മനോരമയുടെ ബാംഗ്ലൂരിൻ്റെ, അതായത് കർണാടക സ്റ്റേറ്റിൻ്റെ ഹെഡായിട്ടാണ് പോകുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ വിശേഷം. പിന്നെ നമ്മൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങി. വലിയ ഡെക്കറേഷനൊന്നുമില്ല, ഏജൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്.
അങ്ങനെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്ത് സൈഡാക്കിയിട്ട് എല്ലാത്തിനെയും നിർത്തിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ എപ്പോഴാണ് ഇത് എല്ലാം വലിച്ചൂരാന്നറിയില്ല. അതുകൊണ്ട് വേഗം കേക്ക് കട്ടിങ് അങ്ങ് ചെയ്തു. ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ 65 ആണെന്ന് തോന്നുന്നു. പിന്നെ ബിരിയാണി കുറച്ച് അമ്മ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നതാണ്. പിന്നെ ഗ്രിൽ ചിക്കൻ, മയണൈസ്, പിന്നെ ചപ്പാത്തി, അങ്ങനെ കണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഫുഡ് കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഒന്നും തിരിയില്ല. അപ്പം അതുകൊണ്ട് അതിൻ്റെ വിഷ്വൽസ് ഒന്നും അങ്ങനെ ഇല്ല കേട്ടോ. എന്താ ചെയ്യുന്നത്? ചാക്ക യാപ്പു എന്നാ ചെയ്യുന്നത്? യാപ്പു എന്നാ ചെയ്യുന്നത്? യാപ്പു എന്നാ ചെയ്യുന്നത്? യാപ്പു ബേബി എന്നാ ചെയ്യുന്നത്? യാപ്പു യാപ്പുടേതായിട്ടുള്ള ഒരു ലോകത്താണ്. ഇത്രയും കുട്ടികളുടെ കൂടെ ആണെങ്കിൽ പോലും അവൾ സ്വന്തമായിട്ട് അവളുടെ ഒരു ടൈം അവൾ കണ്ടെത്തുന്നുണ്ട്. അതുമാത്രമല്ല 5 പേര് ഒരുമിച്ചാണെങ്കിൽ, ഇവർ കുട്ടികൾ 5 പേര് ഒരുമിച്ചാണെങ്കിൽ പോലും ഇവൾക്ക് ഇഷ്ടമുള്ള കാര്യം മാത്രമേ അവൾ ചെയ്യുള്ളൂ. അവർ ചെയ്യുന്നത് കണ്ടിട്ട് അത് തന്നെ ചെയ്യണം എന്നുള്ളൊരു താല്പര്യമൊന്നും അവൾക്കില്ല. അപ്പോൾ സ്വന്തമായിട്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാത്തൊരു ചൈൽഡാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ ചേച്ചിയുടെ ഔട്ട്ഡോർ എന്താ പറയുക പ്ലാന്റ്സ് ആണ്. ആക്ച്വലി ഇതൊക്കെ അവരിപ്പം റീസെൻ്റ്ലി പ്ലേസ് ചെയ്തതാണ്. ഒരുപാട് ഗ്രോത്ത് ഒന്നും ആയിട്ടില്ല, റീസെൻ്റ്ലി പ്ലേസ് ചെയ്തതാണ്. ബട്ട് ഈ 3 കുട്ടികളെയും നോക്കിയിട്ട് ഈ ചെടി നോക്കുക എന്ന് പറയുന്നത് എനിക്കറിയില്ല എത്രത്തോളം എല്ലാവർക്കും പോസിബിൾ ആണെന്നുള്ളത്. നല്ല രീതിയിൽ തന്നെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഫിക്സ് ചെയ്തതാണെങ്കിലും അത്യാവശ്യം എല്ലാത്തിനും നല്ലൊരു ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ടേർട്ടിൽ വൈൻ മാത്രം കുറച്ച് എന്താ പറയുക സൺലൈറ്റ് കൂടിയൊരു ഏരിയ, ഇവിടെ ഭയങ്കര ചൂടാണ്. അതൊക്കെ കൊണ്ട് തന്നെ ഈ ടേർട്ടിൽ വൈൻ ഇച്ചിരി വീക്കായിട്ടുണ്ട്. ബട്ട് അതർവൈസ് ബാക്കിയുള്ള ചെടികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, മണി പ്ലാന്റ് ഒക്കെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റ്, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് വന്നിട്ടുണ്ട്. ആൻഡ് ഓൾമോസ്റ്റ് എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റും നല്ല ബുഷി ആയിട്ട് തന്നെ വളരുന്നുണ്ട്. എനിക്കറിയില്ല, എൻ്റെ ഒട്ടിക്ക് അവളുടെ പ്ലാന്റ്സ് ആണ്. ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട്, പക്ഷേ ഇപ്പോൾ ഡേ മീൻസ് നൈറ്റ് ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്ലാന്റ്സിനൊന്നും കാണിക്കാൻ പറ്റില്ല. അതായത് നല്ല നല്ല ഒരുപാട് പ്ലാന്റ്സ് ആണ്. ഇൻഡോറിലും വെക്കാം, ഇത് ഔട്ട്ഡോർ പ്ലാന്റ്സും കൂടിയാണ്. നല്ല പ്ലാന്റ്സ് ആണ് അല്ലേ.
മാത്രം ഉറങ്ങിയിട്ടില്ല, ബാക്കി എല്ലാം ഉറങ്ങില്ല തോന്നുന്നു. ഉറക്കാണ് പറഞ്ഞത്. ഒരു മണിക്കൂറായി കിടത്തിയിട്ട് എൻ്റെ ഒച്ച കേട്ടപ്പോൾ അനങ്ങാണ്ട് കിടന്നത്. കുതിറാസ് എല്ലാവരും ഒരുമിച്ചാണ് കിടക്കുന്നതെന്ന് പറഞ്ഞെങ്കിലും അവസാനം ഉറങ്ങിയത് എൻ്റെ അടുത്ത് തന്നെയാണ്. ഇപ്പം രാവിലെ ഇതാ എഴുന്നേറ്റ് വരികയാണ്. അപ്പൂൻ്റെ ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം, നേരെ വീട്ടിലോട്ട് പോയിട്ട് വേണം കുളിച്ച് ഫ്രഷായിട്ട് ക്ലിനിക്കിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് വർക്കിംഗ് ഡേ ആണ്, സാറ്റർഡേ ആണ്. സോ നമ്മൾ അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു. അങ്ങനെ കുട്ടികളൊക്കെ ഓൺലൈൻ ക്ലാസ്സിലാണ്. മൂത്താൾക്ക് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെയൊക്കെ ഒരു 8:30 അങ്ങനെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യത്തേ ഉള്ളൂ. അവന് കുറച്ച് നേരത്തെ തന്നെയാണ്. അപ്പോൾ ഇവർക്ക് യൂണിഫോമൊക്കെ ഇട്ടിട്ട് വേണം ഇരിക്കാൻ. KVയിലത്തെ യൂണിഫോമൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഏകലവിനും ബാക്കിയുള്ള ട്രിപ്ലറ്റ്സിൽ 2 ആളും KVയിലാണ്, മറ്റേ ആൾ ചിന്മയിലാണ്. അവർ 3 പേരും ചിന്മയിലായിരുന്നു. പക്ഷെ ഇപ്പം അവരുടെ അഡ്മിഷൻ KVയിലോട്ട് ഓരോരുത്തരായിട്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ 2 പേരും ഇപ്പോൾ KVയിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവരുടെ ഓൺലൈൻ ക്ലാസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മീൻവൈൽ ഞങ്ങൾ ഇറങ്ങാനുള്ള തിരക്കിലായിരുന്നു. അങ്ങനെ ഏച്ചിയുടെ അടിപൊളി പുട്ട് സ്റ്റ്യൂ ഒക്കെ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇപ്പോൾ ചായയുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോയിട്ട് വേണം ഇനി ക്ലിനിക്കിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ഫസ്റ്റ് തന്നെ ഇരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി എല്ലാവരും ലേറ്റായിട്ടാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളത് കഴിച്ചിട്ട് പോകാനുള്ളൊരു തിരക്കിലാണ്. ഉച്ചയൊക്കെ കഴിഞ്ഞ് യാപ്പുവിനെ വിളിച്ചപ്പോഴാണ് യാപ്പു വരുന്നില്ല എന്ന് പറഞ്ഞത്. നീ എടിയാ പോന്നേ? യാപ്പു വാ പോവാ. യാപ്പു അമ്മ പോന്നാ. യാപ്പു വാ. നീ എടിയാ പോന്നേ? പോലെയൊക്കെ പറഞ്ഞു നോക്കി, പക്ഷെ യാപ്പു വരാൻ റെഡി ആയിരുന്നില്ല. അപ്പം സാറ്റർഡേ അല്ലേ, ഇനിയിപ്പോൾ സൺഡേയും കൂടെ ആയിട്ട് അവൾ അവിടെ നിന്നോട്ടെ. അപ്പോൾ സൺഡേ എൻ്റെ വീട്ടിൽ പോയിട്ട് അവളെ പിക്ക് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഇനിയിപ്പം നേരെ ഞങ്ങളുടെ വീട്ടിലോട്ടാണ്. അവിടുന്ന് ഡ്രസ്സ് ചെയ്ത് ക്ലിനിക്കിലോട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടല്ല എന്തായാലും ലൈക്ക് ചെയ്യാൻ മറന്നവരും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.